അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിരിക്കുകയാണ്. വമ്പൻ ടീസർ ലോഞ്ച് ചടങ്ങ് തന്നെയാണ് ഇന്ന് എമ്പുരാൻ സിനിമയുടെ ടീം ഒരുക്കിയിട്ടുള്ളത്. മമ്മൂക്കൊക്കെ ടീസർ ലോഞ്ച് ചടങ്ങിലുണ്ടായിരുന്നു. ഇനി ടീസർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗംഭീര ടീസർ തന്നെയാണ് എമ്പുരാൻ സിനിമയുടെ ടീം ഇന്ന് പുറത്തുവിട്ടുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ മുകളിൽ വരുന്നൊരു ടീസർ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. എമ്പുരാൻ സിനിമയിലെ വിഷ്വൽസൊക്കെ തന്നെയാണ് ടീസറിൽ കാണിക്കുന്നതെങ്കിലും ലൂസിഫർ സിനിമയിലെ ഡയലോഗ്സാണ് ഇവരെ ടീസറിൽ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ലൂസിഫർ സിനിമയിലേക്ക് നമ്മുടെ ഓർമ്മകളൊക്കെ പോകും. എന്തായാലും ഈ ഒരു ടീസർ കാണുമ്പോൾ വ്യക്തമാണ് ഖുറേഷി അബ്രഹാം എന്ന ക്യാരക്ടറിൻ്റെ ഒരു ലൈഫ് തന്നെയായിരിക്കും എമ്പുരാൻ സിനിമയിൽ നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ കുറച്ച് രംഗങ്ങളിലായിരിക്കാം ഈ ഒരു സിനിമയിൽ വരുന്നത്. ലൂസിഫർ സിനിമയിൽ ഖുറേഷി അബ്രഹാം എന്ന ക്യാരക്ടറിന് ഗോവർദ്ധൻ കൊടുക്കുന്ന ഒരു ബിൽഡപ്പ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു ടീസറിൽ ഏതാനും സെക്കൻഡുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ടീസർ തന്നെയാണ്. ഈ ഒരു ഷോട്ടൊക്കെ തിയേറ്ററിൽ കാണാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഈ ഒരു ടീസർ കാണുമ്പോൾ വ്യക്തമാണ് പൃഥ്വിരാജ് എന്ന ഡയറക്ടറിൻ്റെ ഒരു ഫാൻ ബോയ് സംഭവത്തിൻ്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് തന്നെയാണ് എമ്പുരാൻ. ഈ ഒരു ടീസറിൻ്റെ ലാസ്റ്റ് ഷോട്ടിൽ പൃഥ്വിരാജിനെ കാണിച്ചതിന് ശേഷം ഒരുപാട് ഭീകരമായുള്ള വിഷ്വൽസൊക്കെ വരുന്നുണ്ട്. ആ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഇതൊരു മലയാള സിനിമയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. അമ്മാതിരി വിഷ്വൽസ്. അറിയാതെ എൻ്റെ ഉള്ളിലെ മോഹൻലാൽ ആരാധകൻ പുറത്തു വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടീസർ ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ദീപക് ദേവിൻ്റെ BGM മ്യൂസിക്കൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ലൂസിഫറിലെ ഇഷ്ടമാണ്. അനിരുദ്ധ് ഒരുക്കുന്ന പോലത്തെ BGM ആണ് ലൂസിഫറിൽ എമ്പുരാനിലൊക്കെ വേണ്ടതെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ഒരു ക്ലാസ്സും മാസുമായിട്ടുള്ള BGM ആണ് ഒരുക്കേണ്ടത്. അത് ദീപക് ദേവ് കൃത്യമായിട്ട് ലൂസിഫറിൽ ചെയ്തതാണ്. അതുപോലെ എമ്പുരാനിലും കിടലനാവുമെന്നാണ് തോന്നുന്നത്. ഈ ഒരു ടീസറിൻ്റെ ലാസ്റ്റ് പോർഷൻസിലെ BGM ഒക്കെ എനിക്ക് നന്നായിട്ട് വർക്കായി. എന്തായാലും ലാലേട്ടൻ ഫാൻസിന് ആഘോഷ ദിനം തന്നെയാണ് ഇന്ന്. എമ്പുരാൻ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം.